Good morning. Question number 20. ചോദ്യം ഒന്ന് വായിക്കാം. In the fifth paragraph, it is suggested that drug companies have. ഈ അഞ്ചാമത്തെ പാരഗ്രാഫിൽ അവർ അഭിപ്രായപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ് കമ്പനീസ് ഹാവ് അവരെന്തോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എക്സ്ട്രാക്റ്റിലേക്ക് പോകാം. Until this century, adult ADHD was a seldom diagnosed disorder. അതായത് ഈ ഒരു നൂറ്റാണ്ട് വരേക്കും ഈ അഡൾട്ട് ADHD എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട്, ചുരുക്കമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരുന്ന ഒരു ഡിസോർഡർ ആയിരുന്നു. Nowadays, however, it's common in mainstream medicine in USA. എന്നിരുന്നാൽ ഇന്ന് അത് USA-യിലൊരു മെയിൻ സ്ട്രീം മെഡിസിനിൽ വളരെ കോമൺ ആണ്. അപ്പം ഒരു മെഡിസിൻ അവിടുത്തെ മെയിൻ സ്ട്രീം മെഡിസിനിൽ കോമൺ ആയിട്ട് വരുന്നാൽ ആ മെഡിസിൻ എങ്ങനെയാണ്, ആ മെഡിസിന് കാരണമായ, അല്ലെങ്കിൽ ആ മെഡിസിൻ ഏത് രോഗത്തിനാണോ കൊടുക്കുന്നത് ആ രോഗം വളരെ വ്യാപകമാണ്. ക്വൈറ്റ് നാച്ചുറൽ തിങ്. The paradigm shift, apparently driven by two factors, reworked, many say less stringent diagnostic criteria introduced by APA in 2013. അപ്പം അതിന് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ എന്ന് പറയുന്നത് 2013 APA ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയെ അവർ എന്ത് ചെയ്തു, റീവർക്ക് ചെയ്തിട്ട് കുറച്ച് സ്ട്രിജൻ്റ് ആക്കി എന്ന് പറഞ്ഞാൽ അതിന് ലെസ് സ്ട്രിജൻ്റ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം സ്ട്രിക്റ്റ് ആയിരുന്നു സ്ട്രിക്ട്നെസ് കുറച്ചു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആൻഡ് മാർക്കറ്റിംഗ് ബൈ മാനുഫാക്ചേഴ്സ് ഓഫ് ADHD മെഡിക്കേഷൻസ്. അപ്പോൾ രണ്ട് കാരണങ്ങൾ. ഒന്ന് 2013 APA കൊണ്ടുവന്നിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയനെ അവർ കുറച്ച് റീവർക്ക് ചെയ്ത് കുറച്ചും കൂടെ സ്ട്രിക്ട്നെസ് അതിനകത്ത് നിന്ന് ഒഴിവാക്കി. രണ്ടാമത്തത് ഈ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാർക്കറ്റിംഗ് ആണ്, അതായത് മാനുഫാക്ചറിങ് കമ്പനികളുടെ മാർക്കറ്റിംഗ് ആണ്. Some have suggested that this new broader definition of ADHD was fueled, at least in part, to broaden the market for medication. Some have suggested that this new broader definition of ADHD, അത് കുറച്ച് ആളുകൾ പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഡെഫിനിഷനിൽ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയയ്ക്ക് വരുത്തിയ മാറ്റങ്ങൾ ഫ്യൂവൽഡ് അറ്റ്ലീസ്റ്റ് ഇൻ പാർട്ട് ടു ബോർഡൻ ദ മാർക്കറ്റ് ഓഫ് മെഡിക്കേഷൻ. അതായത് ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വിൽപ്പന കൂടാനായിട്ട് ഫ്യൂവൽഡായി, അല്ലെങ്കിൽ അത് സഹായിച്ചു. In many instances, that evidence purport to expand the definitions come from studies funded in all or part by manufacturers. ഇനിയിപ്പോൾ നമ്മൾ ഈ എന്താണ് പറയുന്നത്, 2013 APA കൊണ്ടുവന്നിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞു വന്ന ആ പഠനങ്ങളെല്ലാം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ പഠനങ്ങൾക്ക് ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഫണ്ട് ചെയ്തിരിക്കുന്ന ആരാണ്? ഈ മരുന്ന് കമ്പനികൾ തന്നെയാണ്, മാനുഫാക്ചേഴ്സ് തന്നെയാണ്. ആൻഡ് ആസ് ദ ക്രൈറ്റീരിയ ഓഫ് ദ കണ്ടീഷൻസ് ലൂസൻഡ്, ആ ഒരു മരുന്നിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ, ഡയഗ്നോസ് ക്രൈറ്റീരിയ കുറച്ചും കൂടെ ലൂസ്ഡ് ആക്കിയപ്പോഴത്തേനും റിപ്പോർട്ട്സ് എമേർജ്ഡ് അബൌട്ട് ക്ലിനീഷ്യൻസ് ഇൻവോൾവ് ഇൻ ഡയഗ്നോസിങ് ADHD റിസീവിങ് മണി ഫ്രം ഡ്രഗ് മേക്കേഴ്സ്. അതായത് ഈ ADHD ഡയഗ്നോസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്, ഫിസിഷ്യൻസിന് എന്ത് കിട്ടുന്നു? ഇൻസെൻറ്റീവ്സ്. റിസീവിങ് മണി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ കുറച്ച് പണം ലഭിക്കുന്നു. ക്ലിയർ? അപ്പം ഈ അഞ്ചാമത്തെ പാരഗ്രാഫിനകത്ത് ഡ്രഗ് കമ്പനികൾക്ക് എന്തുണ്ടെന്നാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബീൻ ഓവർലി അഗ്രസീവ് ഇൻ ദെയർ മാർക്കറ്റിംഗ് ഓഫ് ADHD മെഡിക്കേഷൻ. അതായത് ഡ്രഗ് കമ്പനീസ് ഹാവ് ബീൻ ഓവർലി അഗ്രസീവ്. അവർ ഭയങ്കര അഗ്രസീവായിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ മാർക്കറ്റിംഗ് നടത്തുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ മെഡിക്കേഷൻ ഒരു മെയിൻ സ്ട്രീം ആകാനുള്ള കാരണം രണ്ടെണ്ണം. ഒന്ന് ക്രൈറ്റീരിയ കുറച്ച് ലൂസാക്കി, രണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ അഗ്രസീവ് മാർക്കറ്റിംഗ്, അതായത് അവർ ഭയങ്കര അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം, അതിന് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. പോയിട്ട് ബി എടുത്തു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് റിസർച്ച് ദാറ്റ് ലെഡ് ടു ദ റീവർക്കിംഗ് ഓഫ് ADHD ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. അതായത് ഇൻഫ്ലുവൻസ്ഡ്, സ്വാധീനം ചെലുത്തി. എന്തിന് സ്വാധീനം ചെലുത്തി? റിസർച്ച് ദാറ്റ് ലെഡ് to the reworking of ADHD diagnostic criteria. ADHD diagnostic criteria അതിൽ റീവർക്ക് ചെയ്യണം എന്ന് ഉള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്ന പഠനങ്ങളെ ഇവർ സ്വാധീനിച്ചു. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്,
in many instances, ഒരുപാട് ഉദാഹരണങ്ങളിൽ, that evidence purport to expand the definitions came from the studies funded in whole or part by the manufacturers. അതായത് ഇതിന് റീവർക്ക് വേണം, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം, ക്രൈറ്റീരിയ മാറ്റണം എന്ന് പറഞ്ഞ പഠനങ്ങൾക്കെല്ലാം പണം മുടക്കിയിരിക്കുന്ന ആരാണ്? ഈ മരുന്ന് കമ്പനികളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ പണം മുടക്കിയ പഠനങ്ങളാണെങ്കിൽ അവർക്ക് അവരുടെ മേലെന്തുണ്ട്? സ്വാധീനം, ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ബി ആൻസർ ആണ് നമുക്ക് നീക്കാം. അവൻ തീരുമാനിക്കുന്നില്ല, നമുക്ക് സിയും ഡിയും ഒന്ന് ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കാം. സോ ബി അവിടെ നിർത്തി, നമ്മൾ എ ഡിലീറ്റ് ചെയ്തു, ബി അവിടെ നിർത്തിയിട്ട് സിയിലേക്ക് പോകണം. അറ്റംപ്റ്റഡ് ടു ചേഞ്ച് ദ റൂൾസ് അബൌട്ട് ദ ഇൻസെൻറ്റീവ്സ് ഫോർ ഡോക്ടേഴ്സ് ഹു ഡയഗ്നോസ് ADHD. ADHD ഡയഗ്നോസ് ചെയ്യുന്ന ഡോക്ടർമാർക്കുള്ള ഇൻസെൻറ്റീവ്സിലെ റൂൾസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഡ്രഗ്സ് കമ്പനീസ് ശ്രമിച്ചു. അപ്പോൾ ഈ പറയുന്ന ഡോക്ടേഴ്സിന് റിസീവിങ് മണി ഫ്രം ഡ്രഗ് മേക്കേഴ്സിൽ നിന്ന് പണം കിട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഇൻസെൻറ്റീവ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് മരുന്ന് കമ്പനികൾ ശ്രമിച്ചു എന്ന് നമ്മൾ ഈ പാരഗ്രാഫിൽ പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിയും എലിമിനേറ്റ് ചെയ്തു. സോ എ ആൻഡ് സി ആർ എലിമിനേറ്റഡ് ആൻഡ് ബി ഇസ് ദർ. ഡി നോക്കാം. എൻകറേജ് APA ടു റഷ് ത്രൂ ദ ചേഞ്ചസ് ടു ദ ക്രൈറ്റീരിയ ഓഫ് ഡയഗ്നോസിങ് ADHD. അതായത് APA അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനെ എൻകറേജ് ചെയ്തു. എന്തിനു വേണ്ടി? ടു റഷ് ത്രൂ ദ ചേഞ്ചസ് ടു ദ ക്രൈറ്റീരിയ ഓഫ് ഡയഗ്നോസിങ് ADHD. ADHDയുടെ ഡയഗ്നോസിങ് ക്രൈറ്റീരിയയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് ഒരു ചടുല നീക്കം നടത്താൻ അവരെ എൻകറേജ് ചെയ്തു. അങ്ങനൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. APA 2013 ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഈ മരുന്ന് കമ്പനികൾ അവരെ സ്വാധീനിച്ചതായിട്ടൊന്നും പറയുന്നില്ല. സോ നമ്മൾ എയും സിയും ഡിയും എലിമിനേറ്റ് ചെയ്തു. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് റിസർച്ച് ദാറ്റ് ലെഡ് ടു റീവർക്കിംഗ് ഓഫ് ADHD ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. ADHD ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയുടെ അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇവർ സ്വാധീനം ചെലുത്തി. അതായത് ഈ വന്ന മാറ്റങ്ങൾ വരുത്തണം. എവിഡൻസ് പ്രൊപ്പോർഡ് ടു എക്സ്പാൻഡ് ഡെഫിനിഷൻസ് കെയിം ഫ്രം സ്റ്റഡീസ് ഫണ്ടഡ് ഇൻ ഓൾ ഓർ പാർട്ട് ബൈ മാനുഫാക്ചേഴ്സ് ആണ് ഈ പഠനങ്ങൾക്ക് സ്വാധീനം ചെലുത്തിയതെന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ആൻസർ ബി. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. താങ്ക് യു.